എൻ്റെ പവറിൻ്റെ സ്പെല്ലിംഗ് ഇതാ, ബൗവർ. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ബൗ ബിഫോർ അതേഴ്സ്, യു ഹാവ് ദ റൈറ്റ് ടു യൂസ് യുവർ പവർ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോ ആക്റ്റീവ്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന PRO എന്ന് വെച്ചാൽ എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയും. പക്ഷെ എൻ്റെ PROക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. പോസിറ്റീവ് ആൻഡ് റെമഡി ഓറിയൻറ്റഡ്. സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലേക്ക് ചെല്ലുക. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരു പാമ്പ് ക്ലാസ് റൂമിലുണ്ട്. ഒരു കുഞ്ഞിനെ ചെറുതായിട്ട് കടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കുഞ്ഞ് തളർന്നിരിപ്പുണ്ട്. അവിടെ പ്രോആക്റ്റീവ് ആകാം, റിയാക്റ്റീവ് ആവാം. കൊച്ചിനെടുത്തുകൊണ്ട് നേരെ ആശുപത്രി പോകുന്നു. ഏത് പാമ്പാണ് കടിച്ചതെന്ന് അതിനൂടെ ഒരു നിഗമനം ഉണ്ടാക്കുന്നു. ആശുപത്രി പോകുന്നു. അത് ഒരാക്ഷൻ. വേറൊരു ആക്ഷൻ, ഈ പാമ്പിൻ്റെ പിന്നാലെ പോകുന്നു, പാമ്പിനെ തല്ലിക്കൊല്ലുന്നു, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകുന്നു. വിച്ച് ഈസ് പ്രോആക്ഷൻ, വിച്ച് ഈസ് റിയാക്ഷൻ? അതെ, ഈ കൊച്ചിനെ നേരെ എടുത്തുകൊണ്ടുപോയി ആശുപത്രി പോയി കൊച്ചിനെ രക്ഷിക്കുക എന്നുള്ള, ദാറ്റ്സ് ദ പ്രോആക്ഷൻ. നമ്മളെപ്പോഴും പ്രോ ആക്റ്റീവ് ആയിരിക്കണം. പ്രോ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ, അതായത് പരിഹാരം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രവൃത്തിയെ പ്രോ ആക്ഷൻ എന്നും, പ്രതികാരം ഉള്ളിൽ കൊണ്ട് നടത്തുന്ന പ്രവൃത്തിയെ റിയാക്ഷൻ എന്നും പറയും. ഈ പ്രതികാരം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും, പ്രതികാരത്തിൽ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഞാൻ പ്രതികാരിയാണോ അല്ലെങ്കിൽ പരിഹാരിയാണോ? പ്രതികാരിയായിട്ട് ജീവിക്കാൻ എന്നെ ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ തമ്പുരാനിൽ നിന്നും ആവശ്യപ്പെടുന്നത് പരിഹാരം നൽകുന്നവനായിട്ട് ജീവിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ആറ്റിറ്റ്യൂഡ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ആറ്റിറ്റ്യൂഡ്? മനോഭാവം. പ്രിയമുള്ളവരെ, ഇതൊന്ന് വായിച്ചേ. റീഡ് ഔട്ട്. God is nowhere. It can be read twice, two different way. God is now here, God is nowhere. നിങ്ങൾ ഇതെങ്ങനെ കാണുന്നു? ഒരേ അക്ഷരം, ഒരേ വലിപ്പം, ഒരേ സ്പേസ്, ഒരേ ഡിഫറൻസ്. എവറിത്തിങ് ഈസ് സെയിം, ബട്ട് ലുക്കിംഗ് അറ്റ് ദാറ്റ് റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. അതുകൊണ്ട് രണ്ട് തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവരൊന്ന് കൈവോക്കിയേ. എങ്ങനെ പൊക്ക അല്ലേ? താഴ്ത്തിക്കോ, കുഴപ്പമില്ല. മറ്റേ കയ്യുമ്മ മറ്റേ ഫെവിക്കോൾ ഒട്ടിച്ച് വെച്ചേക്കണമെന്ന് തോന്നുന്നു. ഞാൻ തന്നെ അങ്ങനെ നിങ്ങളെ ഒട്ടിപ്പിച്ചതാണെന്നാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പൂനെയിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 20 പേരുള്ളൂ ഞങ്ങൾ, 20 സ്റ്റുഡൻസ്. അപ്പോൾ ടീച്ചർ ഇതുപോലെ തന്നെ ക്ലാസ്സിൽ വന്ന് ചോദ്യം ചോദിച്ചിട്ട്, വേണ്ട ചോദ്യം ചോദിക്കുന്ന പ്രസ്ഥാനമില്ല, നമുക്ക് ഇത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അച്ഛാ വെറും 2 മിനിറ്റ് പോലും വേണ്ട, 30 സെക്കൻഡ് മതി, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം. നോക്കി. അപ്പോൾ ഈ കുരിപ്പ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ചുറ്റുപാടുള്ളവർക്ക് ഒരു ഹരമുണ്ട്. അവരൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. കാരണം എന്താണ്? എന്തെങ്കിലും സംഭവിക്കുമെന്നറിയാം. അപ്പം ഞാൻ നമ്മുടെ കൂടെയുള്ള അലങ്കാരത്തിനുണ്ടോന്ന് 2 അച്ഛന്മാരാണ്, നിങ്ങൾ കൊടാന്ന് പറഞ്ഞു. കാരണം നമുക്കുള്ളതാണല്ലോ, നമ്മൾ മാത്രം കേട്ടാൽ പോരാ, മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവരെയൊക്കെ പറഞ്ഞുവിട്ട് നമ്മളൊരു സേഫ് സോൺ, ഒരു മൂലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചെക്കൻ, അച്ഛാ ഒരു ചോദ്യം, ഒറ്റ പ്രാവശ്യം ചോദിക്കുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടാണ്. എൻ്റെ പൊന്നു ടീച്ചർമാരെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടാണ് ഞാൻ ആ ചോദ്യം. അതിനുശേഷം പല സ്ഥലത്തു നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. അവൻ്റെ ചോദ്യം ഉത്തരവുണ്ട്, അച്ഛാ ഒറ്റ പ്രാവശ്യം ചോദിക്കോളട്ടാ, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അപ്പുറത്തെ വീട്ടിലെ മേരിച്ചേട്ടി വളരെ പാവപ്പെട്ടവളായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് മണക്കാൻ എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇത് തന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛാ ഞാൻ പറഞ്ഞല്ലേ അച്ഛാ ഒരു പ്രാവശ്യം ചോദിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ഞാനൊരു അച്ഛനല്ലടാ, ഓക്കെ ഒരു പ്രാവശ്യം കൂടി പറയാം, പക്ഷേ ഇനി ചോദിക്കരുത്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മേരി ചേച്ചി വളരെ പാവപ്പെട്ടവനായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് മണക്കാരനായി, എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ ഇതെന്ത് ചോദ്യം? ഞാൻ പറഞ്ഞു, എടാ അപ്പം ഞാൻ പറഞ്ഞു, എടാ ആ തേങ്ങ ആ മേരി ചേച്ചി കൊണ്ട് കുഴിച്ചിട്ട് എന്നിട്ട് അത് മുളച്ചു വന്ന് അതുമ്മ വേറെ തേങ്ങ വെട്ടി വിറ്റിട്ടുണ്ടാവൂടാ. അച്ഛനത് മണ്ടനാണ് ചാ, 1 വർഷം കൊണ്ടൊക്കെ ഏത് തെങ്ങും വേണം തേങ്ങ ഉണ്ടാവും. അവനങ്ങോട്ട് കിടന്ന് എന്താണ് അർമാദിക്കാണ് നമ്മൾ കിടന്ന്.
അപ്പൊ ഞാൻ പറഞ്ഞു, കുറേയൊക്കെ ഉത്തരം പറഞ്ഞു നോക്കി, രക്ഷയില്ല. അവസാനം പറഞ്ഞടാ എനിക്കറിഞ്ഞൂടാ, ഞാൻ തോറ്റ്, നീ പറഞ്ഞാൽ മതി. അവന് ഉത്തരം പറഞ്ഞാൽ മതി. അവനപ്പം അതിൻ്റെ കൂടെ വേറൊരു ഡയലോഗ് കൂടി. എന്താണ്? പ്രിയമുള്ളവരെ, എനിക്കറിയാം എന്ത്, ഇത് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടി മാത്രം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അച്ഛനത് പറയാൻ പറ്റുള്ളൂ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാലും ഞാൻ അച്ഛനോട് ചോദിച്ചു എന്ന് മാത്രം. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ്, മോനെ അത് ഇങ്ങോട്ട് നോക്കി, ഞാൻ ശരിയാക്കി തരാം. കൊടുത്തു. അത് തന്നെ ഞാനത് ഓക്കെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള മറുപടി പറയാം. അച്ഛാ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, ഒറ്റ പ്രാവശ്യം പറയും. ഓക്കെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്, കാരണം ഞാൻ ബാധ്യസ്ഥനാണല്ലോ, ഒരു കാര്യം ഉണ്ടായില്ല എനിക്ക്. എന്നാലും അപ്പോൾ അവൻ പറയാം, അച്ഛാ ഈ മേരി ചേച്ചി ആകെ ഉണ്ടായിരുന്നത് ഒരു തേങ്ങയാണല്ലോ, ഈ തേങ്ങ ഈ മേരി ചേച്ചി ഇത് പൊതിച്ചിട്ട് ഈ ഒരു പാര മേടിച്ച് പൊതിച്ച്, എന്നിട്ട് ഒരു വെട്ട് കത്തി അപ്പുറത്തെ വീട്ടിൽ മത്തായി ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു വെട്ട് കത്തി കടം മേടിച്ചിട്ട് ഈ തേങ്ങ രണ്ടായിട്ട് മുറിച്ചു. എന്നിട്ട് ഒരു മുറിയിൽ മേരിച്ചേച്ചി താമസിച്ചു, മറ്റത് 2000 രൂപ വാടക കൊടുത്തു. എൻ്റെ പൊന്നു ടീച്ചർമാരെ, ഒരു വെട്ട് കത്തി എനിക്ക് അന്നേരത്ത് കിട്ടി വെച്ചിങ്ങനെ അവനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ രണ്ടും വിറ്റാനെ, ഒരെണ്ണം ഫ്ലാറ്റ് പണിതാൻ. എനിക്കിത് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ കുറച്ചു നേരം അവനെ നോക്കി എന്നിട്ട് പറഞ്ഞേട്ടാ ഞാൻ പൊക്കോട്ടെ. ശരിയാ ചാച്ചൻ പൊക്കോട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ നേരെ പള്ളിമേടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. ഏത് അപ്പുറത്തും ഇപ്പുറത്ത് നിർത്താൻ വേണ്ടി 2 കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു എന്തോ ചോദിച്ചിട്ട് നിന്റെ മുഖം എന്താണ് ഉണക്കുന്തിരി പോലെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലടക്കാതെ ഇപ്പം അങ്ങനെ സംഭവിച്ചു പോയി, ഇപ്പം എന്ത് ചെയ്യാനാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള ഡ്യൂട്ടി നോക്കിയപ്പോൾ ആ ചെക്കനോട് വെറുതെ ഇരിക്കുകയാണ്, ഈ അച്ഛനോട് വെറുതെ ഇരിക്കണം. ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നടാ, ഈ അച്ഛൻ അത് അറിഞ്ഞുകൂടോ എന്ന് പറഞ്ഞു കൊടുത്തേക്കടാന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള കർത്താവ് പഠിപ്പിച്ചേക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇവന് ഓടിങ്ങോട്ട് വരെയാണ്. ഞാൻ വെറുതെ അവരുടെ ഇടയിൽ റെഫറി സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഇതേ ചോദ്യം ഇതേ ഉത്തരം എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഉത്തരം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ, എൻ്റെ കൂട്ടുകാരനായ അച്ഛൻ, ഇവനെ ഇങ്ങനെ പൊക്കി ഒരു ടീപ്പോയുടെ മുകളിലിരുത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കിറ്റ് കാറ്റ് അവനോട് എടുത്തിട്ട് പറഞ്ഞാൽ, ഇത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണെങ്കിലും ശരി, ഇത് മറ്റുള്ളവർ പറഞ്ഞാണെങ്കിലും ശരി, നിൻ്റെ അവതരണത്തിന് 100 മാർക്കണം. പ്രിയമുള്ളവരെ, എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഒരു വെട്ടുകെടുത്തിയെടുത്ത് അവനെ 2ആയിട്ട് മുറിച്ചിട്ട് 2ഉം വിൽക്കാൻ നോക്കിയ ഞാനും ഇത് തന്നെ വേറൊരു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അവനോട് കാണിച്ച രീതിയും അത് എന്നെ ഒരു കാര്യം പഠിപ്പിക്കായിരുന്നു. എന്താണ്? യു ആർ എൻറ്റയർലി എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി. പ്രിയമുള്ളവരെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ എൻ്റെ കാഴ്ചപ്പാടോടുകൂടെ കാണാൻ പരിശ്രമിച്ചാൽ അതൊക്കെ നെഗറ്റീവാവും. അത് പോസിറ്റീവായിട്ട് കാണാൻ പറ്റണം. വളരെ എളുപ്പത്തിൽ ഞാൻ ഒരു 6 കാര്യങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. 1, എവിടെ പോകുമ്പോഴും പറഞ്ഞിട്ട് വേണം അവിടെ പോരാൻ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാ? ഇത് നിങ്ങളുടെ മുതിർന്നവരോട് പറയേണ്ട ഒരു കാര്യമല്ല. വീട്ടിൽ LKG പഠിക്കുന്ന ഒരു കുട്ടിയുള്ളൂ എന്ന് വിചാരിക്കും. ഇറങ്ങിപ്പോരുമ്പോൾ ആ കുട്ടീനോട് പറയണം, എന്താണ്? ഞാൻ അമ്മ ഇങ്ങനെ ക്ലാസ്സിൽ പോവാ, വൈകുന്നേരം വരുള്ളൂ. പ്രിയമുള്ളവരെ, എന്താണ് മെച്ചമെന്നറിയാം? ആ വീട്ടിലേക്ക് ഒരാൾ കയറി വരിക. അപ്പോൾ ഉമ്മറത്ത് LKG പഠിക്കുന്ന കുട്ടിയിരിക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിവരം വിദ്യാഭ്യാസമാണ്. ഇപ്പം നമുക്കതാണ് ഇപ്പോഴും വന്നിട്ടില്ല, അവർക്ക് ഭയങ്കര വിവരം. അപ്പോൾ ആ കുട്ടീനോട് ഞാൻ ചോദിക്കണം, മോനെ അപ്പനെന്ത് ചെയ്യും? അപ്പോൾ ഈ കൊച്ചു, അമ്മേ ദേ അപ്പനെന്ത് ചെയ്യുന്നു? പകുത്തു നിന്ന് അമ്മ ആക്കറിയടക്കാം എങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പോൾ കൊച്ച് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാണ് ആ ചേട്ടൻ. അപ്പോൾ ആ വീടിനെ പറ്റി ഒരു ധാരണയായി. അതേ വീട്, അതേ കുട്ടി, അതേ ചോദ്യം. ഈ കൊച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൻ ഞാൻ നിങ്ങളുടെ ബാങ്കിൽ പോകണേണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം. അപ്പൻ എന്തെന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറയണം, അപ്പം ബാങ്കിൽ പോവാണ്, 2 മണിയാകുമ്പോൾ വരും. അവിടെ ഉണ്ടാകുന്നൊരു വ്യത്യാസം. അത് നമുക്ക് ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് വളർത്തിയെടുക്കാനുള്ളൊരു സാധ്യതയാണെന്നുള്ള. ബി പങ്ക്ച്വൽ. കൃത്യസമയത്ത് വരാറുണ്ടോ? പങ്ക്ച്വാലിറ്റി എന്ന് വെച്ചാലേ പരപ്രേരണ കൊണ്ട് നാം നടത്തുന്ന ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമല്ല കേട്ടോ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇവിടെ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് 9 മണിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ 9 മണിക്ക് വന്നു. അതല്ല പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഒരു ഫ്രീ ഡേ, നിങ്ങളൊരു ടൈം ടേബിൾ ഇടുക. ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കും.
ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. പിറ്റേ ദിവസം 7 മണിക്ക് അലാം അടിച്ചു. പരിപാടി ഒന്നുമില്ലാത്തല്ലേ, 10 മിനിറ്റ് മണി കിടക്കാം. യു ആർ നോട്ട് പങ്ക്ച്വൽ. അതുകൊണ്ട് നിങ്ങൾ പങ്ക്ച്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരപ്രേരണ കൂടാതെ നിങ്ങൾ സ്വന്തമായി എടുത്തിട്ടുള്ള ഒരു ടൈം ടേബിളിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഐ ആം പങ്ക്ച്വൽ. സോ പങ്ക്ച്വാലിറ്റി ഷുഡ് കം ഫ്രം ഇൻസൈഡ്. ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. മൂന്നാമത്തത്, ഒന്ന് ചിരിച്ചൊക്കെ നിൽക്കണമെന്നാണ്. ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ചിരിക്കുന്നത്, ഇത് ചിരിഗ്രന്ഥി ഇല്ലേ എന്ന് വിചാരിച്ചു. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണുണ്ട്. അത് ഇളിയാവരുത്. ചിലരുണ്ട് ഒരു ഇളി, അത് കാണുമ്പോൾ തന്നെ സിബ് ഉറക്കണമല്ലേ, എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് ഒരു പിടി. ചിലർ ചിരിക്കും, അത് മറ്റുള്ളവർക്ക് ഒരു ശല്യമായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ശല്യമാകുമ്പോൾ ആളെ കൊണ്ടുപോയിട്ട് മുറിയിൽ പൂട്ടിയിട്ടുണ്ട് ഫുഡ് ഇങ്ങനെ തള്ളിത്തരും. അതുകൊണ്ട് ചിരി അതൊരു ഇളിയാവരുത്, ഒപ്പം അത് വേറൊരാൾക്ക് ശല്യമാവരുത്. It should come from inside. It must be spontaneous. ആ ചിരി അത് വരുമ്പോൾ അറിയാൻ പറ്റും ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനൽ ആണോ. ഒറിജിനൽ ചിരി പെട്ടെന്ന് പോവില്ല, അതിങ്ങനെ നിൽക്കും കുറച്ച് നേരം. അങ്ങനെ നമ്മുടെ ചുണ്ടുകളിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് ചിരിയെ മാറ്റണം. ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വില കുറഞ്ഞതുമായ സൗന്ദര്യവർദ്ധക വസ്തുവാണ് എന്ത്? ചിരിയാണ്. എല്ലാവരുടെ അടുത്തും ചിരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഈ പറഞ്ഞ 2 കാര്യങ്ങളും കൂടെ നോക്കണം. So try to be always cheerful. മൂന്നാമത്തത്, be polite. മര്യാദ വേണം. മര്യാദ എവിടെ നിന്ന് കിട്ടും? മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ്? മര്യാദ കുടുംബത്തിൽ നിന്ന് കിട്ടണം. എന്നെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും, അത് എത്ര തറയായിക്കോട്ടെ, അവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവനൊക്കെ ഏത് കുടുംബത്തിൽ പറഞ്ഞാടാ? തീർന്ന് പിന്നെ നിങ്ങൾ കെട്ടിത്തുമിച്ചെത്താം. അതായത് പൂർവികരെ വരെ തെറി പറഞ്ഞേക്കണം അവൻ. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ വളർത്തു ദോഷം പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പൊളൈറ്റ് അല്ലെന്നാ പറയാം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അല്ലേ നല്ല കുടുംബത്തിൽ ഇപ്പോഴാണ് ഒറ്റണം കുടുംബത്തിൽ പറക്കണമില്ല, അല്ലേ? ഒക്കെ പറക്കണം ആശുപത്രിയില്ല. കുടുംബത്തിൽ പറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കിയേ. 1 2 3 കൈയടിക്കൂ ബാക്കിയുള്ളവര്. സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ 10 എണ്ണമാണ്. നമ്മുടെ വീട്ടിൽ 10 എണ്ണമാണ്. 9 കുടുംബത്തിൽ പറഞ്ഞാണ്. അമ്മ മാത്രം കുടുംബത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്രക്ക് സ്ഥാനമില്ല വീട്ടില്. ബാക്കി എല്ലാത്തിനും അമ്മ കൂളായിട്ട് പെറ്റിട്ടിട്ട് പിറ്റേ ദിവസം പണിക്ക് പോയപ്പോൾ എന്നെ പെറ്റിട്ടെന്ന് മാത്രമല്ല, പെറാനും പറ്റിയില്ല, വലിച്ചെറിച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്ത്. അന്ന് മുതൽ എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സമ്മാനവും സംഭാവനയാണ് നടുവേദന, മുട്ടുവേദന. അത് മരണം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി 9 എണ്ണത്തിന് മറന്നാലും എന്നെ അമ്മ മറന്നിട്ടില്ലെന്നുള്ള. പ്രിയമുള്ളവരെ, ഒരു മര്യാദ ഉള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കണമെന്നാണ്. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയാം. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോക്ക് താഴെ വീഴും. മുമ്പിലിരിക്കുന്ന കുട്ടിയോട് ഞാൻ ആ ചോക്ക് എടുത്തു തന്നെ. കൊച്ചു ചോക്ക് എടുത്ത് തരും. ഉള്ളിൽ കൊച്ചിൻ്റെ ഒരു സംഭാഷണം ഉണ്ടാവും. ഡീന്ന് എന്നെ ടീച്ചറായിപ്പോയി, കാണിച്ചു തന്നെ എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അത്. വീണ്ടും ചോക്ക് താഴ്ത്തു വീണ് വീണ് എടുത്താന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പം ആദ്യത്തെ കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കുള്ളൂ. എവിടെയെങ്കിലും വെച്ച് ഒറ്റക്ക് കിട്ടിയാൽ സൂക്ഷിച്ചോ, എന്തെങ്കിലും സംഭവിച്ചിരിക്കും. പ്രിയമുള്ളവരെ, അതേ കുട്ടി, അതേ ടീച്ചർ, അതേ ക്ലാസ്, ചോക്ക് താഴെ വീഴും. മോളെ ഒന്നെടുത്ത് തരും. അവളിങ്ങനെ എടുത്ത് തരും. എന്നിട്ട് ദൈവമേ ഒന്നുകൂടി വീണേക്കണേ. അവൾ പ്രാർത്ഥിക്കും. വീണ്ടും വീഴുമ്പോൾ പറയണ്ട, അവളെടുത്ത് തരും. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളൈറ്റ്നെസ് ആൻഡ് ഹാർഡ്നെസ്. അതുകൊണ്ട് ട്രൈ ടു ബി പൊളൈറ്റ്. 3, ട്രൈ ടു ബി ഹെൽപ്ഫുൾ. മറ്റുള്ളവരോട് സഹായ മനസ്കത ഉള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. സഹായം, അല്ലേ? എൻ്റെ ബാച്ചിൽ ഒരുത്തനുണ്ട്, അവൻ ഒരാളെ സഹായിക്കൂല. വേറൊരുത്തനുണ്ട്, അവൻ ഒരാളുടെ സഹായവും വേണ്ട. അപ്പോൾ ഒരാളെ സഹായിക്കാത്തവൻ ഇവനടുത്ത് കൊണ്ടുവരണം. എടാ ഞാൻ അലക്കി തന്നെ ഒന്ന് ചോദിക്കും. കാരണം വേണ്ടെന്ന് പറയും. ഒരു ദിവസം ഞങ്ങളെയൊക്കെ കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു, എടാ ഇനി എങ്ങനെ അവൻ വന്ന് ചോദിച്ചാ വേണമെന്ന് പറഞ്ഞേക്കണമെന്ന്. ഞങ്ങളെയൊക്കെ കൂടി പിന്നാലെ പോയി അവനോട് ചോദിച്ചു, എടാ ഞാൻ അലക്കി തന്നെ ബെഡ്ഷീറ്റ്. അലക്കി തന്നെ. അത് അപ്പം ഞങ്ങളെ കൂടി നീ അലക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു.
പ്രിയമുള്ളവരെ, നമ്മൾ ഈ സഹായ മനസ്കതയുള്ളവരായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. ഇറ്റ്സ് ഈസി ടു പ്രിറ്റൻഡ്. അപരന്റെ മുമ്പിൽ ഞാൻ സഹായ മനസ്കതയുള്ളവനാണെന്നും ഉള്ളവളാണെന്ന് അഭിനയിക്കാൻ പറ്റും. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ ആ ഒരു ഫീലിൽ നമുക്ക് നിൽക്കാൻ പറ്റണ്ടെന്നുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയതാണ്. എനിക്ക് മുകളിൽ ഒരു ചേട്ടനുണ്ട്, അതിന് മുകളിൽ ഒരു ചേട്ടനുണ്ട്, അതിന് മുകളിൽ ഒരു ചേച്ചിയാണ്. അപ്പം ഞങ്ങളൊരു ദിവസം വീടിൻ്റെ വരാന്തയിൽ, ഇന്നത്തെ കാലത്ത് സിറ്റ് ഔട്ട്, അന്ന് വരാന്തയാണ്, ആ വരാന്തയിൽ ഞങ്ങൾ കല്ല് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ല് അല്ലേ, 5 കല്ലുള്ള ഒരു കല്ല്. അങ്ങനെ കല്ല് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അത് ഉണ്ടാകുന്ന അറിഞ്ഞൂടാ, ഇപ്പം അങ്ങനെ കളിക്കാൻ സാധ്യത. കല്ല് കളിച്ചിരിക്കാൻ പ്രത്യേകം എന്ന് വെച്ചാൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്ലുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് എറിയാം. അങ്ങനെയുള്ള കലാപ്രകടനങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വീടിനൊരു പടിയുണ്ട്. ഇന്നത്തെ ഗേറ്റ്, മുമ്പ് അത് പടിയാണ്. പടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടക്കാമരത്തിൻ്റെ ഈ കമ്പ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കാനാണ്. അതിങ്ങനെ നല്ല ഗ്രില്ല് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് ഒരു അടക്കാമരം ഇങ്ങനെ നീക്കി വെക്കും. അതിങ്ങനെ തള്ളിയാൽ തുറക്കൂല, ഇപ്പം സ്വിച്ച് ഇട്ടാൽ തുറക്കണം. അതിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നടക്കണം. അപ്പം അടിയിൽ ഇങ്ങനെ പുലി വരച്ചേക്കണ ഒരു പാടുണ്ടാവും. ഇല്ല, പഴയ വീട്ടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആ പടി അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് എന്ത് കളിക്കുക, കല്ല് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് വരിക. ദൈവമേ, പുള്ളിക്കാരത്തി 2 കാര്യത്തിന് മാത്രമേ വരാറുള്ളൂ. ഒന്ന്, എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും, അത് വീട്ടിൽ വന്ന് അറിയിക്കുക, വീട്ടിലുള്ളവരിൽ നിന്ന് ഒരു സമ്മാനം എനിക്ക് മേടിച്ചു തരാം. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് അത് അമ്മനോടോ അപ്പനോടോ പറയാം, അതിന് വേണ്ടിയിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചി ചോദിച്ചിട്ടാ, ടീച്ചർ വന്നിട്ടുണ്ടല്ലോ, എന്താണ് നീ കാണിച്ചത്? ഞാൻ പറഞ്ഞു, കാണിച്ചത് ഒരുപാടുണ്ട്, പക്ഷെ കണ്ടത് ഏതാണെന്ന് എനിക്കറിഞ്ഞു. ഈ സാധനം ഏത് കണ്ടിട്ടാണ് എനിക്ക് വന്നേന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഈ മറ്റേ നമ്മുടെ പുലിവരയം വരച്ചിട്ട് ടീച്ചർ അകത്തോട്ട് കയറി വരിക. എന്നിട്ട് ടീച്ചർ ആദ്യം ചോദിച്ചത്, എടാ ജോർജിൻ്റെ വീട് ഏതാണ്? ഓ, ഒരാശ്വാസം. തൊട്ടപ്പുറത്ത് വീട്ടിലെ ജോർജിൻ്റെ അപ്പൻ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ ജോർജിൻ്റെ അപ്പനെ കാണാൻ വന്നാണ്. അപ്പോൾ നമ്മൾ ഓക്കെ, അന്ന് കാണിച്ച കുരുത്തക്കേടുകൾ ദൈവം സഹായിച്ച് ടീച്ചർ കണ്ടിട്ടില്ല. അങ്ങനെ ആ സന്തോഷത്തിൽ അപ്പോൾ ടീച്ചർ വീട് കാണിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കല്ലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടീച്ചർ തിരിച്ചു വന്നു. അപ്പോഴും ഞങ്ങൾ കല്ല് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചർ ചോദിച്ചിടാ, നിർത്താറായില്ലേ? ഇപ്പം തീരും ടീച്ചറെ. അമ്മനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഈ പൊക്കി തുറന്ന ആ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ എൻ്റെ ചേച്ചി ടീച്ചറെ അവിടെ കിടന്നോട്ടെ, ഞാൻ അടച്ചോളാം. പൊക്കിയ പടി അവിടെ തന്നെ ഇട്ടു. ടീച്ചർ നടന്നു പോവാം. അപ്പോൾ ടീച്ചറുടെ ഉള്ളിൽ എന്തുണ്ട്? ഓ, എന്ത് നല്ല ചേച്ചി. ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. എന്ത് നല്ല മാതാപിതാക്കൾക്ക് ആ കൊച്ചിനെ കിട്ടിയതിൽ വളരെ സന്തോഷത്തോട്ട് ഇങ്ങനെ ഈ ടീച്ചർ ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ടീച്ചറും മറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഈ ചേച്ചി എഴുന്നേറ്റ് എൻ്റെ പുറത്തൊരു ഒറ്റ ചവിട്ടിട്ട് പോയി അടച്ചിടാന്ന് പറഞ്ഞു. ഞാനിത് അടക്കാൻ പോയപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു ദുഷ്ടത്തെയാണല്ലോ ആ ചേച്ചി. കിട്ടിയ ചവിട്ട് വേറെ സമയത്ത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ ടീച്ചറുടെ മനസ്സിൽ ഈ ചേച്ചി സഹായ മനസ്കതയുള്ളൊരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, സഹായ മനസ്കതയുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും. ഇറ്റ്സ് വെരി ഈസി. ബട്ട് ടു പ്രൂവ് ദാറ്റ് ഐ ആം ഹെൽപ്ഫുൾ ബിഫോർ ക്രൈസ്റ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി എന്നുള്ളത്. അവസാനത്തത്, ബി പേഷ്യൻറ്റ്. ട്രൈ ടു ബി പേഷ്യൻറ്റ്, അതർവൈസ് യു വിൽ ബി പേഷ്യൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ്. ക്ഷമയില്ലെങ്കിൽ ആശുപത്രി പോയി IP-ലോ OP-ലോ ഒക്കെ ക്യൂ നിൽക്കുമ്പോൾ ക്ഷമ പഠിക്കുമെന്ന് പറയും. എന്തോരം ക്ഷമിക്കണം? 70 പ്രാവശ്യം എണ്ണമൊക്കെ കൂട്ടി വരുമ്പോഴൊന്നുമില്ല. ക്ഷമിക്കുക, അങ്ങോട്ട് ക്ഷമിക്കുക. കുരിശി കിടന്നുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? കർത്താവ് ഇവർ ചെയ്യണമെന്താന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാട്ടാ, പക്ഷെ എനിക്കറിയാം, എന്നാലും അവരോട് ക്ഷമിച്ചേക്ക്, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, വെറുതെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരെ. എല്ലാ ദിവസവും മനഃപൂർവ്വം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ, കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് എന്താണ്, എന്ത് രസം, ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ, ചേട്ടന് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി തോന്നുമോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. പ്രിയമുള്ളവരെ, പൊറുക്കാൻ എളുപ്പമാണ്, പക്ഷേ മറക്കാൻ പാടാം. മറവി എന്നത് ചില സമയത്ത് വലിയ പുണ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുമെന്നാണ് പറയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നേരത്തെ ഞാൻ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അടുത്തതൊരു പെർസെപ്ഷനാണ്. നിങ്ങൾ കാണുന്നതൊക്കെ ശരിയാണോ? നിങ്ങൾ കാണുന്നതെല്ലാം ശരിയല്ല. നിന്റെ ശരി വേറൊരുവന് ചിലപ്പോൾ
തെറ്റായി മാറും. ഇത് ഞാൻ അതിനെപ്പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു വിട്ടു എന്ന് മാത്രം. അതിന് കാര്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് അത് അവസരം തരുന്നില്ല. പ്രിയമുള്ളവർ, ഇതൊന്ന് വായിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഉറക്കെ വായിച്ചേ. എന്തായാലും പൊട്ടത്തെറ്റാണ് അല്ലേ? എന്നിട്ട് നിങ്ങൾ വായിക്കണില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? This is because the human being does not read only through eyes but also through mind. മൈൻഡിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ബാക്കിലിരിക്കുന്നവർ ചില്ലംകുട്ടിലിരിക്കുന്നവർ കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? കുഴപ്പമില്ല കേട്ടോ, വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ ആദ്യം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാറുന്നില്ലേ? എൻ്റെ കുഴപ്പമില്ല. ഈ നടുക്ക് നിൽക്കുന്ന ചേട്ടൻ അറിയാമോ? ആരാണ്? പുള്ളിയുടെ പ്രത്യേകത എന്താണ്? അച്ഛാ അതെന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കല്ലേ? അല്ല ഈ യേശുക്രിസ്താന്ന് പറഞ്ഞു. പുള്ളിയുടെ പ്രത്യേകത എന്താ? അങ്ങനെ ഒരാളുണ്ടായിരുന്നോ? മരിച്ചുപോയോ പുള്ളി? പുള്ളി മരിച്ചുപോയാണോ? പുള്ളിയുടെ ആണ്ടെന്നാണോ? മരിച്ചുപോയിട്ടുടെ ആണ്ടുണ്ടാവില്ലേ? എന്നാലും നമ്മൾ ആണ്ട് ആഘോഷിക്കുമല്ലോ. പുള്ളിയുടെ ആണ്ട് ആഘോഷിക്കണേ എന്നാണ്? ദുഃഖ വെള്ളിയാഴ്ചയാണ് പുള്ളിയുടെ ആണ്ട്. ഇതൊക്കെ അറിയണം. ഈശോയുടെ ആണ്ട് ദുഃഖ വെള്ളിയാഴ്ച. ഈശോയുടെ ഉദ്ധാനമാണ് എന്ത്? ഈസ്റ്റർ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഈ ചേട്ടനറിയാം ഈ ഏറ്റെടുക്കണ വണക്കമാസോ പത്രോസ്? അതാണ് പ്രശ്നമുള്ള. കത്തോലിക്കര് മാത്രം കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അതിന്റെ മുമ്പിൽ വെക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കണമെന്നൊരു നിബന്ധന ഉണ്ടെന്ന് തോന്നണം അല്ലേ? രവീന്ദ്രനാഥ് ടാഗോറാണ് ഇത്. പരിണാമ സിദ്ധാന്തത്തിന്റെ മുതലാളി ആരാണ്? ചാൾസ് ഡാർവിൻ. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞു മാത്രം. ഇത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കിത് ഈശോയുടെ മുഖമാണെന്ന് തോന്നും. ബട്ട് ദർ ഈസ് ഡിഫറൻസ്. ഞാനിത് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇത് 3 ചിത്രവും അങ്ങനെ തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് വിചാരിക്കും, പക്ഷേ ഒരു ഹോഴ്സ് റൈഡർ ആണ്. ഒരു സ്ട്രീം സൈഡിൽ കൂടി പോകുന്നുണ്ട്. അടുത്തതാണ് പരിണാമ സിദ്ധാന്തം. പുള്ളിയുടെ കൈ പട്ടിയായിട്ട് പരിണമിക്കുന്നത് കണ്ട. വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടികളെ നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കണം. ഒരെണ്ണത്തിന് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചറുണ്ട്. 12 കുട്ടികളാണ് ടീച്ചർക്ക് സ്വന്തമായിട്ടുള്ളത്. ഈ 12 കുട്ടികളെ ഈ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വെച്ചാൽ ഞാൻ 12 പേർക്കും 10 പ്രാവശ്യം വെച്ച് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഞായറാഴ്ച, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന തിരുരക്തത്താൽ എൻ്റെ ആളുടെ പേര് പറയും, എൻ്റെ ദായസിനെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ. ആവർത്തിച്ച് പറയും. ഓരോ ദിവസവും ഞാൻ കുർബാനയിൽ ഈ 12 എണ്ണത്തിനെ ഓർക്കും. ജപമാല ചെല്ലുമ്പോൾ ഈ 12 എണ്ണത്തിനെ സമർപ്പിക്കും. അച്ഛാ, എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര സുഖമാണ് അച്ഛാ. അത് നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാറ്. പ്രിയമുള്ളവരെ, കുത്തിപ്പിടിച്ച് കോളറിന് പിടിച്ച് ഇങ്ങനെ നോക്കാൻ പറ്റാവുന്നതിനേക്കാളും വലിയൊരു കൃപ പ്രാർത്ഥനയിലൂടെ ഒരു ചാലു വഴി നമ്മൾ സ്വന്തമാക്കിയെടുക്കുന്നുണ്ടെന്നാണ് പറയും. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ? ഇല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം. കംപ്ലൈൻറ്റ് ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആ കംപ്ലൈൻറ്റിനെ ഞാൻ വേറൊരു തലത്തിലേക്ക് മാറ്റിത്തരാനുള്ളൊരു ഹെൽപ്പ് ഞാൻ പറഞ്ഞത്. നടുക്കൊരു സാധനം തൂങ്ങിക്കിടപ്പുണ്ട് അല്ലേ? എന്തുകൊണ്ടാണത്? എ ആൻഡ് ഐ. ഇപ്പോൾ എ ഐ എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിപ്പോൾ വന്നതാ, ഞാൻ അതിക്ക് മുമ്പേ കണ്ടുപിടിച്ച സാധനമാണ്. എ എന്ന് വെച്ചാൽ 2 അക്ഷരങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എ എന്ന് പറയുന്നാൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ, ഇംഗ്ലീഷ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒരു അക്ഷരമാണ്. അതിന് എ എന്തെന്നാ പറയാൻ? ആർട്ടിക്കിൾ. എന്ത് ആർട്ടിക്കിളാണ്? ഡെഫിനിറ്റ് ആണ്, ഇൻഡെഫിനിറ്റ് ആണോ? ഇൻഡെഫിനിറ്റ് ആണെന്ന് ഡെഫിനിറ്റ് ആണോ? അതെ. ഞാൻ പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ കംപ്ലൈൻസ് വരികയാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ഈ എ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. അസ്ഥിരമായിട്ടുള്ളതൊന്നും ജീവിതത്തിൽ വേണ്ടെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വേണ്ട. പ്രിയമുള്ളവർ, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി
ഒരു കുട്ടിക്ക് 50 വേറൊരു കുട്ടിക്ക് 50 50 കിട്ടുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറയും, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. 50 കിട്ടിയതിനെ അപ്പം നീ അതാ അവനൊന്നും പഠിക്കൂലടാ. തിരിച്ചു പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 50 കിട്ടിയ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണത് അവൻ താനെ പഠിച്ചോളൂ, മറ്റവനെ ഞാൻ പഠിപ്പിച്ചിട്ട് അവൻ 9 കിട്ടിയിട്ടുള്ളൂ. അവിടെയാണ് വ്യത്യാസം. ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്നവരെ, എന്നെ ഇങ്ങനെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഐ എന്ന് പറയുമ്പോൾ അതിനെ പറയാം നമ്മൾ ഈഗോ എന്ന് പറയും. ഈഗോന്റെ ഫുൾ ഫോം അറിയാമോ? തമ്പുരാനെ തിക്കി പുറത്താക്കുക, അവിടെ അങ്ങോട്ട് ഇരിക്കുക. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കപ്പെടുന്നതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരില്ല? ദൈവമില്ല. പിന്നെ അവൻ ആരായിരിക്കും? അഹങ്കാരിയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ എന്നെ ഞാൻ എന്ന് പറയാതെ ഐ ഓൾവേസ് സബ്ജക്റ്റ്. ഐ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആകുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് മീ. ഒന്ന് ഫിൽ ചെയ്ത് എന്ത് സംഭവിക്കും? യുവർ കംപ്ലൈൻസ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ് ഇൻ ടു കോംപ്ലിമെന്റ്സ്. ടേക്ക് 2 things in your mind. ടേക്ക് അവേ ഓൾ ദ ഇൻഡെഫിനിറ്റീവ് റിയാലിറ്റി. അസ്ഥിരമായതൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. ഉള്ളിൽ നിന്ന് ഞാനെന്ന ഭാവത്തെ എടുത്തു മാറ്റി അവിടെ തമ്പുരാനെ സ്ഥാപിക്കുക. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി കംപ്ലൈന്റ് പറയുന്നത് മാറ്റി എന്ത് പറയും? കോംപ്ലിമെന്റ്സ് പറയും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ്. കംപ്ലൈന്റും കോംപ്ലിമെന്റ്സും ഉണ്ട്. ചിലര് കംപ്ലൈന്റിനെ കോംപ്ലിമെന്റ് കൊണ്ട് മൂടിയിടും. ഇപ്പൊ കാണുന്നത് എന്താണ്? കംപ്ലൈന്റ്സ് ആണ്. ശരിക്കും എന്താണ് സംഭവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ രണ്ടും ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടതെന്ന് നമ്മുടെ ഇഷ്ടം. ക്രമീകരണം നമുക്ക് വിട്ടുകൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കണം. കംപ്ലൈന്റ് ഉണ്ടാ? ഉണ്ട്. അതെവിടെ ഇരിക്കുക? കോംപ്ലിമെന്റ്സിന്റെ ഉള്ളിലാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ നന്മയും തിന്മയും ഉള്ളവരാണ് നാം. നമ്മുടെ തിന്മകളെ നന്മ കൊണ്ടിങ്ങനെ പൊതിഞ്ഞു വെക്കണം. അപ്പോൾ വേറൊരാൾ എന്നെ കാണുമ്പോൾ എന്താ കാണണേ? നന്മയാ കാണണേ. നിങ്ങളെങ്ങനെയുള്ളവരാണെന്ന് അറിയണോ? ഒറ്റ സിമ്പിൾ ടെക്നിക്കുള്ളൂ. അടുത്തേക്കുന്ന ആളൊന്ന് നോക്കിയേ. വെറുതെ ആളുടെ കുറ്റമാണോ നിങ്ങൾ കണ്ടതിപ്പാ? ആളുടെ കുറ്റമാണ് നിങ്ങൾ കണ്ടേക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ കോംപ്ലിമെന്റ്സിനെ കംപ്ലൈന്റ് കൊണ്ട് മൂടിയേക്കണേ. നിങ്ങളുടെ നന്മയെ തിന്മ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കാം. വേറൊരാളുടെ നന്മ നിങ്ങൾ കാണാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ തിന്മകളെ നന്മ കൊണ്ട് പൊതിയും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പറ്റി നല്ലത് പറയണം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഇച്ചിരി നെഞ്ചുവേനൊക്കെ ഉണ്ടാവും. ശീലമില്ലാത്ത കാര്യമല്ലേ? അതൊന്ന് ശീലമാക്കാം. അങ്ങനെ നന്മ പറഞ്ഞ് നമുക്ക് തന്നെ നാണം വരണം നമ്മളോട്. നിങ്ങളിപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. നന്മ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അയ്യോ എന്തോ ചെറിയൊരു നെഞ്ചുവേന. ECG എടുത്ത് പോകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. കാരണം ശീലമില്ലാത്ത കാര്യമാണല്ലോ. അതുകൊണ്ട് നന്മ പറഞ്ഞ് ശീലിക്കണമെന്നാ പറയും. നന്മ പറഞ്ഞ് ശീലിക്കണമെന്നാ പറയും. അങ്ങനെ നന്മ പറഞ്ഞ് ശീലിക്കാനുള്ള ഒരു അവസരം വായിക്കാൻ പറ്റേണ്ടത് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ട്രൈ ടു ബി എ teacher, then try to be a leader. That leading quality can be identified with 2 realities, that is attitude and perception. The last one is mentoring. മെന്ററിങ് എന്ന് പറയുമ്പോൾ എന്നെ വളർത്തി വലുതാക്കാനായിട്ട് എന്നെക്കാളും താഴ്ന്നതും മുകളിലുള്ളതുമായ ഒരാളിൽ നിന്ന് എന്നെ വഴി നടത്തുന്ന ഒരു മാർഗദർശിയെ സ്വന്തമാക്കാന്നുള്ളതാണ്. വായിച്ചത് 1:1 വായിക്കാൻ പറ്റണ്ട? പുറകിലുള്ളവർക്ക് വായിക്കാൻ പറ്റുണ്ടാവും അല്ലേ? അതെ, അങ്ങനെയാണ് പുറകിലുള്ളവർക്ക് ഇപ്പോൾ ഒരു മെച്ചുണ്ടായത്. പ്രിയമുള്ളവരെ, ദിസ് ഈസ് ബാഡ് ഐസ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത് സാധാരണ എപ്പോഴാണ്? പ്രായം കൂടുമ്പോഴാണ്. പ്രായം എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. പ്രിയമുള്ളവരെ, ഒരു ചേട്ടനും ചേച്ചി ഇവിടെ വെക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? കമോൺ. ഒരു കുഞ്ഞാവടുപ്പുണ്ട് ഇതിനകത്തൊരു കുഞ്ഞാവടുപ്പുണ്ട്. കുഞ്ഞാവിടെ കണ്ണ്, കുഞ്ഞാവിടെ മൂക്ക് കാണുന്നുണ്ടോ? കണ്ടവരൊന്ന് കൈ നോക്കിയേ. ബാക്കി ഇത്രയും പേര് കണ്ടിട്ടില്ല. ബാക്കിയുള്ളവർക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി, നമുക്ക് പിന്നെ നോക്കാം. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ ഗൗരവത്തിൽ ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാം. Whenever you are disappointed, feel
that you have received an appointment from God. ജീവിതത്തിലെ നിരാശ എന്ന് പറയുന്നത് കർത്താവിന് നിന്നെ കാണാനുള്ള ആശയാണ്. അത് നീ എന്ന് തിരിച്ചറിയണ അന്ന് നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. DIS അപ്പോയിൻമെന്റ്. സാധാരണ ഈ ഇൻഫർമേഷൻ സർവീസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് DIS എന്ന് വെച്ചാൽ ഡിവൈൻ ഇൻഫർമേഷൻ സർവീസ്. കർത്താവ് നിനക്ക് വ്യക്തിപരമായിട്ട് ഒരു SMS ഇട്ടിരിക്കുക. എന്താണ്? കുറെ നാളായാലും മോളെ കണ്ടിട്ട് ഒന്ന് വന്നൂടെ, കുറച്ച് നേരത്തിൻ്റെ അടുത്തിരുന്നൂടെ? കർത്താവിന് നിന്നെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് നിനക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഡിസപ്പോയിൻമെൻറ്റ്. സോ വെൻ എവർ യു ആർ ഡിസപ്പോയിൻറ്റഡ്, യു മസ്റ്റ് ബി ഹാപ്പി ബിക്കോസ് ഗോഡ് വാണ്ട്സ് ടു മീറ്റ് യു in person. So try to find out some time. It is better to be in the Eucharistic presence. Spend the time before that reality. You will be extremely happy. And whenever you are coming from that Eucharistic reality, you will be excited and give a big gratitude to Christ. എന്താ പറയുക? കർത്താവേ, എന്നെ നിരാശയിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് പറയാം. പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു സ്ലൈഡിലൂടെ ഞാൻ അവസാനിപ്പിക്കാം. എ ടീച്ചർ വിത്ത് പെർസെപ്ഷൻ ആൻഡ് റിയൽ ആറ്റിറ്റ്യൂഡ് ഈസ് എ മെന്റർ. അറിഞ്ഞത് കൊടുക്കുന്നവൻ, അറിഞ്ഞ് കൊടുക്കുന്നവൻ. ബാക്കിൽ ഒരെണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അറിഞ്ഞത് കൊടുക്കുന്നവൻ അധ്യാപകൻ, അതല്ല നിങ്ങൾ. അറിഞ്ഞു കൊടുക്കുന്നവനാണ് മാർഗദർശി. ഇതിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ രണ്ടിൻ്റെയും ഓരോ അക്ഷരങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. അത് ഞാൻ ഇങ്ങനെ ഒന്ന് ചിത്രീകരിക്കുന്നു. അറിഞ്ഞു കൊടുക്കുക, അറിഞ്ഞത് കൊടുക്കുക, അറിഞ്ഞു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താം. ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ നിങ്ങളൊക്കെ കേട്ട് പഴകിയ ഒരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുക. പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്കൂളിലേക്ക് അധ്യാപകർ സമ്മിശ്ര വികാരത്തോടുകൂടെ ഇങ്ങനെ കടന്നു വരിക. കുട്ടികൾക്കൊക്കെ പല വിധത്തിലുള്ള വികാരങ്ങളാണ്. ചിലർക്ക് പഴയ കൂട്ടുകാരെ വീണ്ടും കണ്ടതിൻ്റെ സന്തോഷം, വേറെ ചിലർക്ക് വീട്ടിൽ നിന്ന് പോന്നതിൻ്റെ സങ്കടം, വേറെ ചിലർക്ക് അവധി അവസാനിപ്പിച്ചതിൻ്റെ ദുഃഖം. സമ്മിശ്ര വികാരത്തോടുകൂടെ വിദ്യാലയത്തിലേക്ക് വരുന്ന ഈ കുട്ടികൾക്ക്, 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പ്രത്യേക സന്തോഷമായി. കാരണം അവർക്ക് പുതിയൊരു അധ്യാപികയെ ക്ലാസ് ടീച്ചറായിട്ട് കിട്ടിയിരിക്കുക. ആ ടീച്ചറെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വളരെ ഭംഗിയായിട്ട് ഒരുങ്ങാം. അങ്ങനെ നല്ല പൂക്കളൊക്കെ ഒരുക്കി നല്ല ഡെക്കറേഷനൊക്കെ നടത്തി എല്ലാ കുട്ടികളും കൂടെ കൈയടിച്ച് ഈ ടീച്ചറെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ടീച്ചർ ആദ്യമായിട്ട് തൻ്റെ കുട്ടികളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ അപക്വമായ ചില ചേഷ്ടകൾ കാണിച്ച് തൻ്റെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ടീച്ചർ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ആ ശ്രദ്ധ വളരെ ഒരു വിരോധമായിട്ട് ഉള്ളിലിങ്ങനെ വളരുക. ടീച്ചർക്ക് ഒട്ടും ആ കുട്ടി ഇഷ്ടമായില്ല. കാരണം ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ പറഞ്ഞത് ബാക്കി എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളെ കൂടെ അസ്വസ്ഥത കൊടുത്തുകൊണ്ട് അവനിങ്ങനെ പെരുമാറും. ടീച്ചർക്ക് അവനോട് വല്ലാത്തൊരു വെറുപ്പ് ഉള്ളിൽ തോന്നും. അതിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അത് അവർക്ക് തമ്മിൽ ഒട്ടും അടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ പരീക്ഷ പേപ്പർ എടുത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് റെഡിയാക്കി. പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാതാപിതാക്കൾ ഒപ്പിടാൻ വരുന്നൊരു ദിവസമാണ്. ഈ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വളരെ മോശമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് മാതാപിതാക്കൾ കാണാൻ വേണ്ടിയിട്ട് എഴുതിയത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവസാന ഒപ്പിടാൻ വേണ്ടി ഇത് പ്രധാന അധ്യാപികയുടെ കയ്യിലെത്തിയപ്പോൾ പ്രധാന അധ്യാപിക ഇത് വായിച്ചിട്ട് പ്രധാന അധ്യാപികയ്ക്ക് സങ്കടമായി. പ്രധാന അധ്യാപിക ഈ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ, ഈ റിപ്പോർട്ട് മാതാപിതാക്കൾ കാണുമ്പോൾ അവർക്കൊരു സങ്കടമാവില്ലേ? ഇതെന്തെങ്കിലും ഒന്ന് മാറ്റി എഴുതാൻ പറ്റും?
അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു, അത് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ധാരാളം. അങ്ങനെയല്ല അവനെ പറ്റി എഴുതേണ്ടത്, അതിനേക്കാളും മോശമായിട്ടാണ് അതെഴുതിയിരിക്കുന്നത്. അതെൻ്റെ നന്മ കൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ മോശം റിപ്പോർട്ടായിരിക്കും ഞാൻ എഴുതാൻ പോകുക. പെട്ടെന്ന് ഈ പ്രധാന അധ്യാപിക തൊട്ടടുത്തുണ്ടായിരുന്ന പ്യൂണിനെ വിളിച്ചിട്ട് ടെഡി എന്ന അവൻ്റെ പേര്, ടെഡിയുടെ കഴിഞ്ഞ 3 വർഷത്തെ 3, 4, 5 ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് ഈ ടീച്ചർക്ക് കൊടുത്തു. ടീച്ചർ ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു. ഏറ്റവും മുകളിലിരിക്കുന്നത് 3-ാം ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. പ്രോഗ്രസ് റിപ്പോർട്ടിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ അവനെ പറ്റി എഴുതിയിരിക്കുന്നത്, ടെഡി എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നതും അവനാണ്. ടീച്ചർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. തിരിച്ചും മറിച്ചു നോക്കി, അത് എൻ്റെ ക്ലാസ്സിലെ ടെഡിയാണ്. വേഗം 4-ാം ക്ലാസ്സിലെ റിപ്പോർട്ട് എടുത്തു. 4-ാം ക്ലാസ്സിലെ റിപ്പോർട്ടിൽ ടീച്ചർ എഴുതിയിരിക്കുന്നത്, അവൻ പഠിത്തത്തിൽ ഒരല്പം പിന്നോക്കം പോന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവൻ്റെ അമ്മ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ. 5-ാം ക്ലാസ്സിലെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അന്നത്തെ അധ്യാപിക എഴുതിയിരുന്നത് എങ്ങനെയാണ്, ടെഡിയുടെ അമ്മ അവനെ വിട്ടുപോയി. ഇനി അവനെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു അമ്മയായി ആരെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങേണ്ടത് അത്യാവശ്യം. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ ടീച്ചറുടെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നോ ഒരു തുള്ളി കണ്ണുനീർ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വീഴുന്നത് കണ്ട പ്രധാന അധ്യാപിക ഇനി ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ടീച്ചറെ ക്ലാസ്സിലേക്ക് തിരിച്ചുവിട്ടു. ക്ലാസ്സിൽ കയറിയപ്പോൾ ടെഡി പഴയതുപോലെ തന്നെ അരോചകമായ പ്രവൃത്തിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അന്ന് ടീച്ചർ അവനെ ആദ്യമായി നോക്കി. ആ നോട്ടം പതിഞ്ഞത് അവൻ്റെ ശരീരത്തിലായിരുന്നില്ല, മറിച്ച് ചങ്കിലായിരുന്നു. നോട്ടത്തിൻ്റെ പ്രത്യേകത ടെഡിയും തിരിച്ചറിഞ്ഞു. അവരെത്രമാത്രം അകന്നാണോ നിന്നിരുന്നത്, ആ അകൽച്ച ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അവസാനം അധ്യാപക ദിനത്തിൻ്റെ ദിവസം കുട്ടികൾ ടീച്ചർക്ക് സമ്മാനം കൊടുക്കുന്നൊരു പതിവുണ്ട്. അന്ന് ടീച്ചർ ക്ലാസ്സിൽ കയറിയപ്പോൾ പഠിപ്പിക്കാൻ നിൽക്കുന്ന മേശപ്പുറത്ത് ഒരുപാട് സമ്മാനപ്പൊതികൾ ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുക. അതിലൊരു പൊതി ടീച്ചറുടെ ശ്രദ്ധയിൽ പതിഞ്ഞു. അത് വേറൊന്നുമായിരുന്നില്ല, മുഷിഞ്ഞ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ അത്ര ഭംഗിയില്ലാത്ത ഒരു പൊതിക്കെട്ട്. അത് താൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, ആഴമായി അടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സമ്മാനപ്പൊതി ടീച്ചർ സ്വന്തമാക്കാം. സമ്മാനപ്പൊതി എടുത്തു എന്ന് കണ്ടപ്പോൾ ഈ ടെഡി ആകെ അസ്വസ്ഥനായി. അവൻ പതുക്കെ ഇങ്ങനെ പിന്നോക്കം മാറി ഏറ്റവും പിന്നിൽ മതിലിൽ ഇങ്ങനെ ചാരി തല കുമ്പിട്ട് നിൽക്കുക. ടീച്ചർ ഈ സമ്മാനപ്പൊതി തുറന്നു. അതിൽ 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഉപയോഗിച്ച് തീർന്ന, പാതി തീർന്ന ഒരു പെർഫ്യൂം ബോട്ടിൽ, ഭംഗി നഷ്ടപ്പെട്ട ഒരു നെക്ലസ്. തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വില കൂടിയ വൈര്യമാല അഴിച്ചുവെച്ച് ഈ ടീച്ചർ ഈ നെക്ലസ് കഴുത്തിലണിഞ്ഞു. അത്രയും നേരം താഴേക്ക് നോക്കി നിന്ന ഈ ടെഡി പതുക്കെ കണ്ണു തുറന്ന് തൻ്റെ ടീച്ചറെ നോക്കി. അവസാനം ഈ പെർഫ്യൂം അവൾ തുറന്ന് ടീച്ചർ തൻ്റെ ശരീരത്തിൽ ഈ പെർഫ്യൂം അടിക്കുക. പിന്നിൽ നിന്ന ടെഡി പതുക്കെ ടീച്ചറുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ഇതെൻ്റെ അമ്മ അവസാനം വരെ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമാണ്. അമ്മ മരണപ്പെട്ടതിന് ശേഷം അപ്പൻ ഈ അമ്മയെ കുളിപ്പിക്കാനെടുത്തപ്പോൾ അമ്മയുടെ കഴുത്തിൽ നിന്ന് അന്ന് എൻ്റെ കയ്യിലേക്ക് തന്ന നെക്ലസ്സാണ് ഇപ്പോൾ ടീച്ചർ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. ടീച്ചറെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അവൾ പറഞ്ഞു, ഈ ടെഡി പറയുന്നുണ്ട്, ടീച്ചറെ, ടീച്ചർക്ക് ഇപ്പോൾ എൻ്റെ അമ്മയുടെ മണം. ഞാൻ ടീച്ചറെ അമ്മയെന്ന് വിളിച്ചോട്ടെ. പ്രിയമുള്ളവരെ, അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെയും മുമ്പിൽ വെച്ച് ഈ ടീച്ചർ ഇവനെ ഇങ്ങനെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കുകയായിരുന്നു. ആ കൂട്ടുകാർ തിരിച്ചറിഞ്ഞു, 3 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകാരൻ ടെഡിയെ ഞങ്ങൾക്കിതാ തിരിച്ചു കിട്ടുക. ആ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ടീച്ചർ അവനെപ്പറ്റി എഴുതി, ടെഡി എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാണ്, അവനാണ് എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടി. ടീച്ചർ അവൻ്റെ മുമ്പിൽ ഒരമ്മയായി പെയ്തിറങ്ങിയപ്പോൾ ആ കുഞ്ഞ് വീണ്ടും നല്ല ഒരു കുട്ടിയായി രൂപാന്തരപ്പെടുകയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ അമ്മയാകാൻ വിളിക്കപ്പെട്ടവരാണ്. അമ്മ എന്നത് ജന്മം കൊണ്ട് സ്വന്തമാക്കുന്ന ഒരു പദവിയല്ല,
കർമ്മം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒരു പുണ്യമാണ്. ആ പുണ്യത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.